ഓയിൽ മില്ല് തുടങ്ങാനുള്ള പ്രധാന കാരണം നല്ല വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ ഒന്ന്, പിന്നെ നമ്മുടെ നാട്ടിൽ നല്ല വെളിച്ചെണ്ണ കിട്ടാനില്ല. 1 ലിറ്റർ ബോട്ടിലാണ് ഇതിന് വരുന്നത് 310 രൂപയാണ് വില വരുന്നത്. നമുക്ക് പുറത്ത് വെളിച്ചെണ്ണയ്ക്ക് 1 ലിറ്റർ നമുക്ക് 230-നും 220-നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ആൾക്കാർ കൊടുക്കുന്നുണ്ടാവുക? അത് പാരഫിൻ ഓയിൽ മിക്സ് ചെയ്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് സിന്തറ്റിക് ഓയിൽ ആണെങ്കിലും മിക്സ് ചെയ്യുന്നത്. വണ്ടികളിൽ നിന്നൊക്കെ ഉപയോഗശൂന്യമായിട്ടുള്ള ഓയിൽ ഉണ്ട്, സിന്തറ്റിക് ഓയിൽ. അത് എഡിബിൾ ഓയിൽ അല്ല. എണ്ണ വരും, അത് എണ്ണ ഭയങ്കര സ്പീഡിൽ വരുന്നുണ്ട് കേട്ടോ. അതെ അതെ അതെ, നല്ല സ്പീഡിൽ എണ്ണ വരുന്നുണ്ട്. അത് നല്ല വൈറ്റ് കളറിലാണ് എണ്ണ വരുന്നത്. ഇതെന്താണ് നമുക്ക് ഈ മെഷീന്റെ പ്രത്യേകത വരുന്നത്? ഈ എണ്ണയ്ക്ക് ഈ എണ്ണ കോൾഡ് പ്രസ് ഓയിൽ, അതായത് എണ്ണ ചൂടാവുന്നില്ല, കോൾഡ് പ്രസ് ഓയിലാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന ഒരു മില്ലിലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ ഞാനിപ്പോ വന്നുള്ളത് ചേലക്കരയിലാണ്. ചേലക്കര കരുണ ഓയിൽ മില്ലിലേക്ക് വന്നേക്കാണ്. അപ്പൊ ഇന്ന് ഞാനിവിടെ വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് വെളിച്ചെണ്ണ. നമ്മുടെ എല്ലാ കറികളിലേക്കും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണ് വെളിച്ചെണ്ണ. അപ്പൊ വെളിച്ചെണ്ണയിലാണ് ഒരുപാട് തരത്തിലുള്ള മായങ്ങളും സംഭവങ്ങളും വരുന്നത്. അപ്പൊ നമുക്ക് ശുദ്ധമായുള്ളൊരു വെളിച്ചെണ്ണ കിട്ടുന്ന നമുക്കൊരു മില്ലിലേക്ക് വന്നേക്കാണ്. ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ വരുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിന്റെ കളർ നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുള്ള കളറും നല്ല ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷമുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സജീവൻ ചേട്ടനാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഓണർ വരുന്നത്. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം, നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ളതാണ്. സജീവൻ ചേട്ടാ, എത്ര നാളായി ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട്? 3.5 മാസത്തോളായി. 3.5 മാസമായി തുടങ്ങിയിട്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി മുന്നേ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അന്ന് നമുക്ക് ബ്രാൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ബ്രാൻഡിങ് സംഭവങ്ങളൊക്കെ ആയതിനു ശേഷം നമ്മളൊന്നുകൂടി വന്നേക്കാണ്. ചേട്ടാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓയിൽ മില്ല് തുടങ്ങാൻ തീരുമാനിച്ചത്? ഓയിൽ മില്ല് തുടങ്ങാനുള്ള പ്രധാന കാരണം നല്ല വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ ഒന്ന്, പിന്നെ നമ്മുടെ നാട്ടിൽ നല്ല വെളിച്ചെണ്ണ കിട്ടാനില്ല. ഒക്കെ ഇങ്ങനെ കലർപ്പായിട്ടുള്ള വെളിച്ചെണ്ണയാണ്, മായവും ചേർന്ന വെളിച്ചെണ്ണയൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ നമ്മള് സജീവനെ തുടങ്ങിയുള്ള കാരണം സജീവന് വീട്ടിൽ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഇവിടെ ലോക്കലായിട്ടുള്ള നമ്മുടെ നാട്ടുകാർക്ക് കൂടി ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു ഓയിൽ മില്ല് തുടങ്ങിയിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇവിടെ ഓയിൽ മില്ലിന്റെ പ്രവർത്തനം, ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, പ്രവർത്തനം കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. നമുക്ക് ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് എത്ര വില വരുന്നുണ്ട്? വെളിച്ചെണ്ണ 310 രൂപയ്ക്ക് 1 ലിറ്ററിന് കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ 310. കിലോ ആണെങ്കിൽ 350 രൂപ. 1 ലിറ്റർ. ഇതിപ്പോ 1 ലിറ്ററിന്റെ അല്ലേ? 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ബോട്ടിലാണ്. ഇതിന് വരുന്നത് 310 രൂപയാണ് വില വരുന്നത്. നമുക്ക് പുറത്ത് വെളിച്ചെണ്ണയ്ക്ക് 1 ലിറ്റർ നമുക്ക് 230-നും 220-നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ആൾക്കാർ കൊടുക്കുന്നുണ്ടാവുക? അത് പാരഫിൻ ഓയിൽ മിക്സ് ചെയ്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് സിന്തറ്റിക് ഓയിൽ ആണെങ്കിലും മിക്സ് ചെയ്യുന്നത്. വണ്ടികളിൽ നിന്നൊക്കെ ഉപയോഗശൂന്യമായിട്ടുള്ള ഓയിൽ ഉണ്ട്, സിന്തറ്റിക് ഓയിൽ. അത് എഡിബിൾ ഓയിൽ അല്ല, കഴിക്കാൻ പറ്റില്ല നമുക്കത്. അത് റിഫൈൻ ചെയ്തിട്ട് ആ ഓയിൽ 130-120 രൂപയ്ക്കൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്നുണ്ട്. അത് എസൻസ് ചേർത്തിട്ട് നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ടാണ് ആ വിലയ്ക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു പ്യൂർ ആയിട്ടുള്ളത് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പോ പുറത്തുനിന്നൊക്കെ വെളിച്ചെണ്ണ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള മായങ്ങളും ഇതുപോലെ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിൽ റേറ്റ്, നമുക്ക് വില കുറയുന്നത്. അപ്പൊ നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അതിന് വില വരും. 1 കിലോ കൊപ്രയ്ക്ക് എത്ര വില വരുന്നുണ്ട് സജിന? 1 കിലോ കൊപ്ര 170 രൂപ വരെ വരുന്നുണ്ട്. 170 രൂപ കിലോന്. 1 കിലോ കൊപ്രയ്ക്ക് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ നാളികേരം വാങ്ങി കട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന കൊപ്രയാണ്. ഇപ്പൊ നാളികേരത്തിന് ഭയങ്കര വിലയാണ്. 55-56 രൂപയാണ് 1 കിലോ നാളികേരത്തിന്റെ വില. 1 കിലോ നാളികേരത്തിന് 50-55 രൂപ വില വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ചിന്തിക്കാം, നമുക്ക് എത്ര കിലോ കൊപ്ര കാൽക്കുലേഷൻ പറഞ്ഞുതരാം. അതായത് 100 കിലോ നാളികേരം ഉണ്ടെങ്കിൽ അതിൽ 30% കൊപ്ര കിട്ടുക. അതെല്ലാ മില്ലുകാർക്കും അറിയുന്ന ഒരു കണക്കാണ്. അപ്പൊ 100 കിലോ നാളികേരത്തിന്റെ വില നമുക്ക് ഇപ്പോഴത്തെ വില പ്രകാരം എത്ര രൂപയായി? 5600 രൂപയായി. 5600-ൽ 30% നമുക്ക് എന്ത് കിട്ടുള്ളൂ? കൊപ്ര കിട്ടുള്ളൂ. ആ 30%-ൽ നമ്മൾ എണ്ണ ആട്ടുമ്പോൾ 60% എണ്ണ കിട്ടുള്ളൂ. അപ്പൊ എന്തായിരിക്കും അതിൻ്റെ ഇതുണ്ടാവുമെന്ന് ആലോചിച്ചാൽ മതി. വളരെ ലാഭം വളരെ കുറവാണ്. എത്ര നോക്കിയാലും കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം 1 ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ 280 രൂപയോളം ചെലവ് വരുന്നുണ്ട്. ചെലവ് മാത്രം നമുക്ക് 1 ലിറ്റർ എണ്ണ ഉണ്ടാക്കാനായിട്ട് 280 രൂപയോളം ചെലവ് മാത്രം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടുന്ന വെളിച്ചെണ്ണ, നമുക്ക് വില കുറവിന് കിട്ടുന്ന വെളിച്ചെണ്ണ എത്രത്തോളം മായ ഉണ്ടെന്ന് നമുക്ക് അവിടെ തന്നെ ചിന്തിക്കാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ ഫുൾ പ്രോസസ് ഒന്ന് കാണിച്ചു കൊടുത്താലോ? ചേട്ടാ, അപ്പൊ നാളികേരത്തിന്റെ ആദ്യത്തെ പ്രോസസ് എന്താ വരുന്നത്? നാളികേരം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ട് റോ ആയിട്ട് നാളികേരം വാങ്ങിയിട്ട് നമ്മൾ വെട്ടി ഉണങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മള് നമ്മുടെ ഈ വലിയ ഡ്രയറിൽ ഉണക്കും. ഉണക്കുന്നല്ലേ? ഇതിൽ ഏകദേശം ഒരു 1100-ഓളം നാളികേരം ഒരേ സമയം ഉണക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഒരു 1200 നാളികേരം ഒരേ സമയം ഉണക്കാൻ പറ്റുന്ന മെഷീനാണ്. അപ്പൊ ഇതേപോലെ 2 പീസ് ആയിട്ടില്ല ഉണക്കുന്നത്? അല്ല, വെട്ടിയിട്ട് അങ്ങനെ 2 പീസായിട്ട് ഉണക്കും. ഇതേപോലെ നമ്മൾ വെട്ടിയിട്ടാണ് ഉണക്കുന്നത്. അപ്പൊ ചിരട്ടോട് കൂടിയിട്ടാണ് ഇട്ട് ഉണക്കുക. ഇതിപ്പോ ചിരട്ട കുത്തി മാറ്റിയിട്ടാണ്. കുത്തി മാറ്റിയതാണ്. ഇതിലിപ്പോ എത്ര സമയം എടുക്കും ഉണങ്ങാനായിട്ട്? ഒരു 12 മണിക്കൂർ ഫസ്റ്റ് ഇടണം.
12 മണിക്കൂറിൽ ഇതേപോലെ ചിരട്ട കുത്തി മാറ്റാൻ പറ്റും അല്ലേ? അതെ, ചിരട്ട എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 12 മണിക്കൂർ ഇടുന്നു അല്ലേ? അപ്പൊ 12 മണിക്കൂർ നമുക്ക് ഇതേപോലെ ചിരട്ട കുത്തി മാറ്റാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 12 മണിക്കൂർ ഇട്ടിട്ടാണ് ഫുൾ ആയിട്ട് ഉണങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഉണങ്ങിയിട്ടുള്ള കുറച്ച് കൊപ്ര നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ ഡ്രയർ വെച്ച് കൊപ്ര ഉണക്കി കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എന്താ വരുന്നത്? അടുത്തത് കട്ട് ചെയ്യാന്നുള്ളതാണ്. ഇത് കട്ട് ചെയ്യാന്നുള്ളതാണല്ലേ? ഓ, ഇത് ചെറിയ പീസുകളാക്കണം. അതിന് നമ്മൾ ഈ കട്ടറിൽ ഇട്ടിട്ട് കട്ട് ചെയ്യും. മുകളിൽ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ? മുകളിൽ ഇട്ട് കൊടുത്താൽ ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് അടി കൂടെ ചെറിയ കട്ട അതവിടെ ആട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കട്ടർ മെഷീൻ വരുന്നത്. ഇതിൽ വെച്ച് ഉണങ്ങിയ കൊപ്ര കട്ട് ചെയ്തെടുക്കുന്നതാണ്. അടുത്ത പ്രോസസ് വരുന്നത് എണ്ണ ആട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് ആട്ടാൻ പറ്റുള്ളൂ. ഇതാണ് അവിടെ ആട്ടുന്ന വെച്ച് നമുക്ക് ഇതിൽ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ അവിടെ എണ്ണ വരുന്നതാണ്. ഒരു ഭാഗത്ത് എണ്ണ വരും. അത് എണ്ണ ഭയങ്കര സ്പീഡിൽ വരുന്നുണ്ട് കേട്ടോ. അതെ അതെ അതെ, നല്ല സ്പീഡിൽ എണ്ണ വരുന്നുണ്ട്. അത് നല്ല വൈറ്റ് കളറിലാണ് എണ്ണ വരുന്നത്. ഇതെന്താണ് നമുക്ക് ഈ മെഷീന്റെ പ്രത്യേകത വരുന്നത്? ഈ എണ്ണയ്ക്ക് ഈ എണ്ണ കോൾഡ് പ്രസ് ഓയിൽ, അതായത് എണ്ണ ചൂടാവുന്നില്ല. കോൾഡ് പ്രസ് ഓയിലാണ്, അതാണ് അതിന്റെ പ്രത്യേകത അല്ലെ? എണ്ണ ചൂടാവുന്നില്ല അല്ലെ? എണ്ണ അധികം ചൂടാവുന്നില്ല, എണ്ണ വെന്ത് പോകുന്നില്ല. നമുക്ക് ആ പ്രസ്സിങ്ങില് ഈ കൊപ്ര പ്രസ് ചെയ്യും, അതിന്റെ ഒരു ഭാഗത്തൂടെ എണ്ണ വരും, ഒരു ഭാഗത്ത് കൊപ്ര നമുക്ക് ഈ പിണ്ണാക്കിങ്ങനെ വരുന്നല്ലേ? ഈ പിണ്ണാക്കിന് ഓ നല്ല ഇതിലിഞ്ഞ ഒരു തരി പോലെ എണ്ണയില്ല അല്ലെ? ഒരു തരി പോലില്ല, ഒരു തരി പോലെ എണ്ണ ഉണ്ടാവില്ല. നമുക്ക് കൈ കണ്ടാ അറിയാം. ഒറ്റ വട്ടിട്ടാൽ തന്നെ ഫുള്ളായിട്ട് എണ്ണ കിട്ടുന്നുള്ളതാണ്. അത് എണ്ണ നല്ല സ്പീഡിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലിപ്പോ കോൾഡ് പ്രസ് എണ്ണയെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എണ്ണയുടെ എല്ലാ ക്വാളിറ്റിയും കിട്ടുന്നുള്ളൂ. എല്ലാ ക്വാളിറ്റിയും കിട്ടും. കാരണം വെളിച്ചെണ്ണയിലുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും നഷ്ടപ്പെടാണ്ട് കിട്ടും നമുക്ക്. അതാണ് നമ്മുടെ ഈ മെഷീന്റെ ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവും. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് എണ്ണയ്ക്ക് അത്രയും ഇവിടെയുള്ള എണ്ണയ്ക്ക് വില വരുന്നത്. നമുക്ക് ഇത്രയും ക്വാളിറ്റിയിലുള്ള ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വില വരുന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇത്രയും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. കോൾഡ് പ്രസ് ഓയിലാണ് ഇത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പ്രോസസ്സ് നമ്മൾ കാണാന്നുള്ളതാണ്. അപ്പൊ വളരെ കുഞ്ഞൊരു മെഷീനാണ് അല്ലേ? അതെ അതെ അതെ, വളരെ കുഞ്ഞൊരു മെഷീനാണ്. ഇതിലിപ്പോ നമുക്ക് മണിക്കൂറിൽ എത്ര ലിറ്റർ എണ്ണ കിട്ടും? എത്ര കിലോ കൊപ്ര, അതായത് 25 കിലോളം കൊപ്ര നമുക്ക് ഇതിൽ ആട്ടാനായിട്ട് പറ്റില്ല. ഒരു മണിക്കൂറിൽ 25 കിലോ കൊപ്ര ആട്ടി നമുക്ക് എണ്ണയാക്കാനായിട്ട് പറ്റും. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. അപ്പൊ നമുക്ക് ഇതാണ് ഫൈനൽ ഇത് വരുന്നത് അല്ലേ? അതെ അതെ, ഫൈനൽ നമ്മൾ ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നേരെ എണ്ണ വരും. പിണ്ണാക്ക് എന്ന് പറയുന്നത് ഫുൾ എക്സ്ട്രാക്ട് നമുക്ക് ഇതിൽ കിട്ടുക. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് എണ്ണ ഫുൾ എക്സ്ട്രാക്ട് ആയിട്ട് വരുന്നല്ലേ? അതെ അതെ, ഇതിനൊരു തരി പോലെ എണ്ണ ഒന്നും ബാക്കി. അതാണ് അതിന്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ നമുക്ക് എണ്ണ ഇവിടെ നമ്മുടെ മെഷീനിൽ എക്സ്ട്രാക്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബോട്ടിലാക്കാണ് ചെയ്യുന്നത് അടുത്ത പണി. അപ്പൊ ഇത് ബോട്ടിലാക്കണൊക്കെ മൂന്ന് ദൂരം വെക്കുന്നുണ്ടല്ലേ? അപ്പൊ അതാണ് ഇവിടെ ഇതവിടെ കാണുന്നത്. നമ്മൾ ആട്ടിയ എണ്ണത്തിലേക്ക് ഒഴിക്കും. ആട്ടിയ എണ്ണ നമുക്ക് ഇതേപോലെ ഒഴിച്ച് ദൂറാൻ വെക്കും അല്ലേ? അതെ. ഇതിപ്പോ എത്ര ദിവസം എടുക്കും ഊർന്ന് വരാനായിട്ട്? ഒരു 3-4 ദിവസം പിടിക്കും. 3-4 ദിവസം എടുക്കും അല്ലേ? 3-4 ദിവസം എടുക്കും നമുക്ക് ഇത് ഊർന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് വരാനായിട്ട്. ഇവിടെ ഫുള്ള് നമുക്ക് എണ്ണയാണ്, ഇതിലൊക്കെ എണ്ണയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ, ഇതിലൊക്കെ എണ്ണയാക്കി വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇതേപോലെ ബോട്ടിലായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടുന്നത്. അപ്പൊ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത്രയും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില വരുന്നത്. അപ്പൊ നമുക്ക് പുറത്തുനിന്നൊക്കെ നമുക്ക് വില കുറയാനുള്ള വെളിച്ചെണ്ണ നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം മായം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ വെളിച്ചെണ്ണയും മാത്രമാണോ വരുന്ന പ്രൊഡക്റ്റ്? വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ? വെളിച്ചെണ്ണ ഇപ്പൊ നമ്മള് കടുകെണ്ണ ആട്ടുന്നുണ്ട്. കടുകെണ്ണ നമ്മളല്ലേ? മസ്റ്റേർഡ് ഓയിൽ, കടുകെണ്ണ വരുന്നുണ്ട്. പിന്നെ എള്ള് ആട്ടി കൊടുക്കുന്നുണ്ട്. പ്യൂർ എള്ള്. ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് ക്വാളിറ്റി കാണാന്നുള്ളതാണ്. നല്ല ശുദ്ധമായിട്ടുള്ള കടുകെണ്ണ, എള്ളെണ്ണ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റിയിലുള്ള കടുകെണ്ണ, എള്ളെണ്ണയൊക്കെയാണ്. നമുക്ക് കടുകെണ്ണയും എള്ളെണ്ണയൊക്കെ നമുക്ക് വളരെ കുറവാണ് കിട്ടുന്നത് തന്നെ. അപ്പൊ ശുദ്ധമായിട്ടുള്ള കടുകെണ്ണ, എള്ളെണ്ണയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഈ മെഷീനിലാണ് ചെയ്യുന്നത്. എല്ലാം ഈ മെഷീനിലാണ്, എല്ലാ പ്രോസസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും. എല്ലാ പ്രോസസ്സും നമുക്ക് ഈ ഒറ്റ മെഷീനിൽ കടുകെണ്ണ, എള്ളെണ്ണ, വെളിച്ചെണ്ണ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് പ്രൊഡക്റ്റ് വരുന്നത്? പിന്നെ നമ്മൾ ഇതേ ഡ്രയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ പപ്പടങ്ങള്. അരിപ്പപ്പടം. അരിപ്പപ്പടം ഇത് പുതിയ സംഭവമാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് അരിപ്പപ്പടം. ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്? ഇത് നമ്മള് മറ്റ് പപ്പടം എന്ന് പറഞ്ഞാൽ ഉഴുന്നുമാവില കൂടുതൽ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിന് കേടാണ്. അത് എണ്ണയിൽ പൊരിച്ച് കഴിക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ വരും. ഇതിൽ കൊളസ്ട്രോൾ ഒന്നുമില്ല. ഇത് പ്യൂർ ആയിട്ടുള്ള പച്ചരിയും കുറച്ച് ബാർലി അരി, അതേപോലെ തന്നെ കടുക്, ജീരകമൊക്കെ ചേർത്തിട്ടുള്ള സംഭവമാണ്. ഇത് നമുക്ക് കൊളസ്ട്രോൾ വരില്ല. ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ പ്രത്യേകത വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ് വരുന്നത്? എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യം ഇത് ആവിയിൽ വേവിക്കും. ചെറുതായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ആവിയിൽ വേവിച്ച് തട്ടിലെ ഉണ്ടാവുക. അപ്പൊ ആവിയിൽ വേവിച്ചതിന് ശേഷം നമ്മളിത് നേരെ ഡ്രയറിൽ ഇട്ടിട്ട് ഉണക്കിയെടുക്കും. റൗണ്ട് ഷേപ്പിലായിട്ട് ഈ ഡ്രയറിൽ. അപ്പൊ നമ്മുടെ ആ ഡ്രയറിലല്ല, ഇത് ട്രേ ടൈപ്പ് ഡ്രയറാണ് വരുന്നത്. ഇതുപോലുള്ള ട്രേ ടൈപ്പ് ഡ്രയറാണ്. ഇതിൽ വെച്ചിട്ടാണ് ഇത് ഡ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്കിവിടെ കാണാം ഡ്രയർ വരുന്നത്. നമ്മുടെ 7 തട്ടിന്റെ ഡ്രയറാണ് ഉപയോഗിക്കുന്നത്.
അപ്പൊ ഇതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഇതേപോലെ പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റും, ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാ സാധനവും ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ അവിടെ കണ്ടത് നാളികേരം ഉണക്കുന്ന മെഷീനാണ്, 1000 നാളികേരം ഉണക്കാൻ പറ്റുന്നത്. ഇത് കണ്ടത് ട്രൈ ടൈപ്പാണ്. ഇതിന്റെയും ചെറുതും വലുതുമായിട്ടുള്ള പല മെഷീൻസ് നമ്മുടെ ഡെൽമാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അരിപ്പപ്പടം ഉണ്ടാക്കാനായിട്ടാണ് സജിൻ ചേട്ടൻ നമ്മുടെ മെഷീൻ ഉപയോഗിക്കുന്നത്. അരിപ്പപ്പടം വരുന്നുണ്ട്, പിന്നെ അരിക്കൊണ്ടാട്ടം, അരിക്കൊണ്ടാട്ടം, പിന്നെ വരുന്നത് അരിക്കൊണ്ടാട്ടാണ്. നമുക്കിവിടെ കാണാം. ഇതൊക്കെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് ഈ പ്രോസസ്സിന് തികയാറില്ല, അപ്പൊ അതുകൊണ്ട് ഒരു മെഷീൻ കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 ട്രേഡും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്. 10 ട്രൈ കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പൊ ഞാൻ ഇനിയും പ്രൊഡക്ഷൻ ഒന്നുകൂടി സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ട്രൈനായിട്ട് നമ്മുടെ ഡെൽമാർക്കിന് ഡ്രയർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ അരിപ്പപ്പടം വരുന്നുണ്ട്, അരി കൊണ്ടാട്ടം, നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, കോക്കനട്ട്, നമ്മുടെ എള്ളെണ്ണ, കടുകെണ്ണ, ഇത്രയും സംഭവങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്കിതിപ്പോ ഈ വീഡിയോ കാണുന്നവർക്ക് ഇത്രയും സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അയച്ചു കൊടുക്കാൻ പറ്റുമോ? അവരുടെ കറക്റ്റ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാം. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അയച്ചു കൊടുക്കാം, പാഴ്സൽ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇത്രയും ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സജീവനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്റ്റിലെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. അതുകൊണ്ട് സജീവനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും അയച്ചു തരാനായിട്ട് പറ്റുന്നതാണ്. പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റിയിട്ട് എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും, ഇപ്പൊ നമ്മുടെ ട്രൈ ടൈപ്പ് ഡ്രയർ ആണെങ്കിലും, അതുപോലെ നാളികേരം ഉണക്കുന്ന ബൾക്കായിട്ടുള്ള ഡ്രയർ ആണെങ്കിലും, ഡ്രയറുകളെ പറ്റി എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്റ്റിലെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ.